സീതാസ്വീകരണം. ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പുക്കറിയിക്കണം. തൻവങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാതിപനിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലുന്ന നേരം ഉണ്ടായി ചമഞ്ഞിതോരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോരു യാഷ്ടികന്മാരണഞ്ഞാട്ടിക്കയറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാൻ ഉര ചെയ്തീതു നിന്നോടിതെന്തെടോ? മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും പാദചാരേണ വരേണമെന്നന്തികെ. മേദിനി നന്ദിനി കിം എത്ര ദൂഷണം, കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകചാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടു മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാളെ തുമേ വൈകാതെ വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ഠത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘൂത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുർശ്രയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു വന്നിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിനാ ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടീതു നിശ്ചലമായിതു ലോകവും അന്നേരം. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ.